ഇടുക്കി മറയൂരിൽ 55-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുരക്കുളം ഉന്നതിയിലെ മുരുകനാണ് മരിച്ചത്. മരണം കാട്ടാനയുടെ ആക്രമണത്തിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നുമാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാട്ടാനയുടെ ആക്രമണമാണെന്ന് ആരോപിച്ച് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ ഏറെ നേരം പ്രതിഷേധിച്ചു. ഇത് ആനയല്ല ചവിട്ടിയത് എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും ആന കാരണമാണ് ഇദ്ദേഹം മരിച്ചത്. അതിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾ ആശങ്കയിലാണ്. ഇവിടെ ഈ ആനയ്ക്കൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം. കൂടുതൽ വാച്ചറുകളെ നിയമിച്ച് ഇതിനോട് തീരുമാനം ഉണ്ടാക്കി തരണം. പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അതിനായുള്ള നഷ്ടപരിഹാരവും കുടുംബത്തിന്, അദ്ദേഹം മരിച്ചതുകൊണ്ട് കുടുംബത്തിന് ഒരു വരുമാനവും ഇല്ല. ആ വരുമാനത്തിൽ കുടുംബത്തിലുള്ളവർക്ക് ജോലിയും വേണം എന്നാണ് നമ്മുടെ തീരുമാനം. ഇടുക്കി അണക്കര സ്വദേശിയായ 17-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിക്ക് തൊഴിലധിഷ്ഠിത പഠനവും താമസവും നൽകാമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം ഉറപ്പ് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാണ് അണക്കര സ്വദേശിയായ 17-കാരൻ പത്തനംതിട്ടയിലെ സ്ഥാപനത്തിലെത്തിയത്. ഇവിടെ വെച്ചാണ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവത്തിൽ മാനേജർ അടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 മാസമായി വർഷിപ്പിംഗ് സെന്ററിൽ താമസിച്ചു വരികയായിരുന്നു കുട്ടി. പഠനത്തിനൊപ്പം ജോലിയും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഒടുവിൽ പഠനം നടക്കാതെ വരികയും സെന്ററിലെ ജോലികൾ ചെയ്യിക്കുന്നത് തുടരുകയും ചെയ്തതോടെ കുട്ടി അതിനെ ചോദ്യം ചെയ്തു. പിന്നാലെ മോഷണക്കുറ്റം ആരോപിച്ച് കുട്ടിയെ ചൂരൽ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ. കേട്ടോ? ഇവിടെ നിർത്തിയേരെ. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു. അവൻ റെഡിയാ.